ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 13ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം അനുസരിച്ച് ജെറുസലേം നിവാസികളായ ജബൂസ്യരെ പുറത്താക്കാതിരുന്നത് ആര്? എ. ബെഞ്ചമിൻ ഗോത്രക്കാർ, ബി. യൂദാ ഗോത്രക്കാർ, സി. ശിമയോൻ ഗോത്രക്കാർ, ഡി. റൂബൻ ഗോത്രക്കാർ. ഉത്തരം എ. ബെഞ്ചമിൻ ഗോത്രക്കാർ. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത എന്ത് ലംഘിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്? എ. കൽപ്പന, ബി. വാഗ്ദാനം, സി. ഉടമ്പടി, ഡി. നിയമം. ഉത്തരം സി. ഉടമ്പടി. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് എന്ന് ഏഹൂദ് പറഞ്ഞപ്പോൾ ആരോടാണ് പുറത്തു പോകാൻ എഗ്ലോൻ രാജാവ് ആജ്ഞാപിച്ചത്? എ. ചുമട്ടുകാരോട്, ബി. പരിചാരകരോട്, സി. ഏഹൂദിനോട്, ഡി. ഭൃത്യന്മാരോട്. ഉത്തരം ബി. പരിചാരകരോട്. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. സിസേറ തൻ്റെ 900 രഥങ്ങളോടൊപ്പം ഹറോഷെത്ത് ഹഗോയിം മുതൽ എവിടെ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ളവരെയാണ് ഒരുമിച്ച് കൂട്ടിയത്? എ. താബോർ മല വരെ, ബി. സാനാനിം വരെ, സി. കേദേശ് വരെ, ഡി. കിഷോൻ നദി വരെ. ഉത്തരം ഡി. കിഷോൻ നദി വരെ. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം. ആരാണ് ബാറക്കിനോട് വിശ്വസ്തനായിരുന്നത്? എ. ഇസാക്കർ, ബി. ബെഞ്ചമിൻ, സി. ആഷേർ, ഡി. ഗിലയാദ്. ഉത്തരം എ. ഇസാക്കർ. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം. ഗിദെയോൻ കർത്താവിന് പണിത ബലിപീഠത്തിൻ്റെ പേരെന്ത്? എ. സാക്ഷ്യം, ബി. ഇസ്രായേൽ, സി. യാക്വേ ഷലോം, ഡി. ഏൽ എലോഹൈ. ഉത്തരം സി. യാക്വേ ഷലോം. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യം. മിദിയാൻ പട്ടാളം എന്ത് ലക്ഷ്യമാക്കിയാണ് ബത്ഷിത്ത വരെയും തബാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടിയത്? എ. കേദേശ്, ബി. സെരേറ, സി. ബെത്ബാറ, ഡി. ജോർദാൻ. ഉത്തരം ബി. സെരേറ. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യം അനുസരിച്ച് ഗിദെയോൻ ഏത് ഗോപുരം തകർത്താണ് അവിടുത്തെ നഗരവാസികളെ കൊന്നൊടുക്കിയത്? എ. എൽബെറീത്ത്, ബി. തെബസ്, സി. പെനുവേൽ, ഡി. സുക്കോത്ത്. ഉത്തരം സി. പെനുവേൽ. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം. യോത്താം സഹോദരനായ അബിമേലെക്കിനെ ഭയന്ന് പലായനം ചെയ്തത് എവിടേക്ക്? എ. ഷെക്കമിലേക്ക്, ബി. ബേറിലേക്ക്, സി. ഗെരിസിം മലയിലേക്ക്, ഡി. ബത്മില്ലോയിലേക്ക്. ഉത്തരം ബി. ബേറിലേക്ക്. ചോദ്യം 10. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യം. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി താവളമടിച്ചത് എവിടെ? എ. ഗിലയാദിൽ, ബി. ഷാമീറിൽ, സി. ഹാരോദിൽ, ഡി. മോറിയാക്കുന്നിൽ. ഉത്തരം എ. ഗിലയാദിൽ. ചോദ്യം 11. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 18-ാം വാക്യം. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? എ. അഹങ്കാരിയുടെ, ബി. പാപിയുടെ, സി. നിയമനിഷേധകൻ്റെ, ഡി. ദൈവഭക്തിയില്ലാത്തവൻ്റെ. ഉത്തരം സി. നിയമനിഷേധകൻ്റെ. ചോദ്യം 12.
പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം വാക്യം. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന എവിടെ വരെ എത്തുന്നു? എ. ദൈവസന്നിധി വരെ. ബി. ആകാശത്തോളം. സി. സ്വർഗത്തോളം. ഡി. മേഘങ്ങളോളം. ഉത്തരം ഡി. മേഘങ്ങളോളം. ചോദ്യം 13. പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം വാക്യം. ആരെയാണ് കർത്താവ് തൻ്റെ ആദ്യജാതനെ പോലെ പരിഗണിച്ചത്? എ. അബ്രാഹത്തെ. ബി. ഇസ്രായേലിനെ. സി. നോഹയെ. ഡി. യാക്കോബിനെ. ഉത്തരം ബി. ഇസ്രായേലിനെ. ചോദ്യം 14. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം വാക്യം. ആരാണ് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ കൂടുതൽ വിവരം നൽകുക? എ. സ്വന്തം ഹൃദയം. ബി. ആത്മസ്നേഹിതൻ. സി. ഉപദേശകൻ. ഡി. അനുഭവസമ്പന്നൻ. ഉത്തരം എ. സ്വന്തം ഹൃദയം. ചോദ്യം 15. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം വാക്യം. ശക്തി കെടുത്തുന്നതെന്ത്? എ. രോഗം. ബി. ഹൃദയവേദന. സി. ദുഃഖം. ഡി. വിനാശം. ഉത്തരം ബി. ഹൃദയവേദന. ചോദ്യം 16. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം വാക്യം. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ എന്താണ് ജനങ്ങൾ പ്രഘോഷിക്കുക? എ. നാമം. ബി. മഹത്വം. സി. വിജ്ഞാനം. ഡി. പ്രബോധനങ്ങൾ. ഉത്തരം സി. വിജ്ഞാനം. ചോദ്യം 17. പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം വാക്യം. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം എന്താണ്? എ. ആനന്ദകരം. ബി. സന്തോഷകരം. സി. അനുഗ്രഹപ്രദം. ഡി. മധുരം. ഉത്തരം ഡി. മധുരം. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 18. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം വാക്യം. അടുത്തു തന്നെ എവിടെ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ് മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചത്? എ. ഗാഗുൽത്തായിൽ. ബി. ജെറുസലേമിൽ. സി. ജോർദാനിൽ. ഡി. ഗലീലിയായിൽ. ഉത്തരം ബി. ജെറുസലേമിൽ. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം വാക്യം. നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ ഒരുവൻ ജെറുസലേമിൽ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നുവെന്നാണ് യേശു പറഞ്ഞത്? എ. ഗലീലിയയിലേക്ക്. ബി. സമരിയായിലേക്ക്. സി. ജെറീക്കോയിലേക്ക്. ഡി. എമ്മാവൂസിലേക്ക്. ഉത്തരം സി. ജെറീക്കോയിലേക്ക്. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം വാക്യം. നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എന്തായിരിക്കും എന്നാണ് യേശു ഫരിസേയനോട് പറഞ്ഞത്? എ. അനുഗ്രഹം. ബി. നന്മ. സി. സമൃദ്ധി. ഡി. ശുദ്ധം. ഉത്തരം ഡി. ശുദ്ധം. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം വാക്യം. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് എന്ത് നൽകാനാണ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നത്? എ. സമ്പത്ത്. ബി. രാജ്യം. സി. സമാധാനം. ഡി. സ്വാതന്ത്ര്യം. ഉത്തരം ബി. രാജ്യം. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം വാക്യം. ആര് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു എന്നാണ് ചില ഫരിസേയർ വന്ന് യേശുവിനോട് പറഞ്ഞത്? എ. പീലാത്തോസ്. ബി. ജനപ്രമാണികൾ. സി. ഹേറോദേസ്. ഡി. നിയമജ്ഞർ. ഉത്തരം സി. ഹേറോദേസ്. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം വാക്യം. എന്ത് പണിയാൻ ഇച്ഛിക്കുന്നവനാണ് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് ആദ്യമേ കൂട്ടി നോക്കുക? എ. ഗോപുരം. ബി. മാളിക. സി. ദേവാലയം. ഡി. സിനഗോഗ്. ഉത്തരം
എ ഗോപുരം. ചോദ്യം 24. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 25-ാം വാക്യം. മൂത്ത മകൻ വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കേട്ട ശബ്ദം എന്ത്? എ സംഗീതത്തിൻ്റെ, ബി സംഗീതത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും, സി ആഘോഷത്തിൻ്റെ ആർപ്പുവിളികൾ, ഡി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും. ഉത്തരം ഡി സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും. ചോദ്യം 25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 11-ാം വാക്യം. പൂരിപ്പിക്കുക. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ ഡാഷ് ആര് നിങ്ങളെ ഏൽപ്പിക്കും? എ ധാർമ്മിക സമ്പത്ത്, ബി യഥാർത്ഥ ധനം, സി കാര്യസ്ഥത, ഡി യഥാർത്ഥ സമ്പത്ത്. ഉത്തരം ബി യഥാർത്ഥ ധനം. ചോദ്യം 26. 2 കോറിന്തോസ് 7-ാം അധ്യായം 14-ാം വാക്യം. ആരുടെ മനസ്സിന് കോറിന്തോസുകാർ ആശ്വാസമേകിയതിനാലാണ് അപ്പസ്തോലന്മാർ അത്യധികം സന്തോഷിക്കുന്നത്? എ പൗലോസ്ലീഹായുടെ, ബി മക്കെദോനിയക്കാരുടെ, സി തീത്തോസിൻ്റെ, ഡി സിൽവാനോസിൻ്റെ. ഉത്തരം സി തീത്തോസിൻ്റെ. ചോദ്യം 27. 2 കോറിന്തോസ് 8-ാം അധ്യായം 16-ാം വാക്യം. കോറിന്തോസുകാരെക്കുറിച്ച് ആത്മാർത്ഥമായ താൽപ്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ആർക്കാണ് സ്ലീഹ നന്ദി പറയുന്നത്? എ ദൈവത്തിന്, ബി കർത്താവായ യേശുക്രിസ്തുവിന്, സി മക്കെദോനിയക്കാർക്ക്, ഡി മറ്റ് സഭകൾക്ക്. ഉത്തരം എ ദൈവത്തിന്. ചോദ്യം 28. 2 കോറിന്തോസ് 9-ാം അധ്യായം 15-ാം വാക്യം. പൂരിപ്പിക്കുക. അവർണ്ണനീയമായ ഈ ഡാഷിന് സ്തുതി. എ സ്നേഹത്തിന്, ബി കാരുണ്യത്തിന്, സി ദാനത്തിന്, ഡി അനുഗ്രഹത്തിന്. ഉത്തരം സി ദാനത്തിന്. ചോദ്യം 29. 2 കോറിന്തോസ് 10-ാം അധ്യായം 10-ാം വാക്യം. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എപ്രകാരമുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? എ അശക്തവും മനസ്സിലേശാത്തതും, ബി ഈടുറ്റതും ശക്തവും, സി ഗ്രഹിക്കാൻ പ്രയാസമുള്ളവ, ഡി ഭയപ്പെടുത്തുന്നവ. ഉത്തരം ബി ഈടുറ്റതും ശക്തവും. ചോദ്യം 30. 2 കോറിന്തോസ് 11-ാം അധ്യായം 23-ാം വാക്യം. എപ്രകാരമാണ് താൻ ക്രിസ്തുവിൻ്റെ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണെന്ന് സ്ലീഹ പറയുന്നത്? എ ഭോഷനെ പോലെ, ബി വിഡ്ഢിയെ പോലെ, സി വിശ്വാസിയെ പോലെ, ഡി ഉന്മത്തനെ പോലെ. ഉത്തരം ഡി ഉന്മത്തനെ പോലെ. ചോദ്യം 31. 2 കോറിന്തോസ് 12-ാം അധ്യായം 12-ാം വാക്യം. പൂരിപ്പിക്കുക. തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള ഡാഷിലും ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു. എ ക്ലേശങ്ങളിലും, ബി സഹനങ്ങളിലും, സി പ്രാർത്ഥനയിലും, ഡി പ്രബോധനങ്ങളിലും. ഉത്തരം ബി സഹനങ്ങളിലും. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.